Hi dear friends, Rinus ഡയറിയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് സോയാബീൻ വെച്ചൊരു വൈറ്റ് കുറുമയാണ് തയ്യാറാക്കുന്നത്. ഇത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്, ടേസ്റ്റിയാണ്. സോയാബീൻ ഇഷ്ടപ്പെടാത്തവർ പോലും ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇഷ്ടാവും. സാധാരണ നമ്മൾ എന്നും ഒരേ രീതിയിലാണല്ലോ തയ്യാറാക്കുന്നത്. ഇന്ന് നിങ്ങൾ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ, എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1.5 കപ്പ് സോയാബീനാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായി തിളച്ച വെള്ളത്തിലിട്ട് ചൂടാറിയതിന് ശേഷം ഊറ്റിയെടുത്തിട്ടുള്ളതാണ്. പിന്നെ എടുത്തിട്ടുള്ളത് 1.5 സവാളയാണ്. പിന്നെ ഒരു ഉരുളൻകിഴങ്ങ് ചെറിയ കഷ്ണാക്കിയത്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, ഒരു തക്കാളി, ഒരു പച്ചമുളക്, പിന്നെ കുരുമുളക് പൊടി. ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. സെപ്പറേറ്റ് ആയിട്ട് വഴറ്റിയിട്ടൊന്നുമല്ല തയ്യാറാക്കുന്നത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. പിന്നെ ഇതിലോട്ട് കുരുമുളക് പൊടി അല്ലാതെ വേറെ മസാലകളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. കുരുമുളക് പൊടിൻ്റെ പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉള്ളൂ. ഇതിലോട്ട് നമുക്കൊരു 1.25 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പും ചേർക്കാം. ഒരു 1/4 ഗ്ലാസ്സിനടുത്ത് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. വെള്ളം കൂടുതലാവണ്ട, 1/4 ഗ്ലാസ് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരു 3 വിസിലൊക്കെ അടിച്ചെടുത്താൽ മതി, അപ്പോഴേക്ക് വെന്ത് കിട്ടും. അപ്പോൾ കുക്കർ 3 വിസിലടിച്ചിട്ടുണ്ട്. വിസിൽ 3 അടിച്ച് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത്, ഫ്ലെയിം ഓഫ് ചെയ്ത ഉടനെ തന്നെ അതിൻ്റെ എയർ കളയാം. ഇനി നമുക്ക് കുക്കർ തുറന്നു നോക്കാം. ഇനി ഇതൊരു കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഉരുളൻകിഴങ്ങൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. പിന്നെ ഇനി സോയാബീന് 1.5 കപ്പ് എടുത്തതുകൊണ്ടാണ് ഞാൻ 1.25 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തത്. നിങ്ങൾ ഈ അളവിൽ എടുക്കുന്നില്ല, ഇതിനേക്കാൾ കുറവാണ് എടുക്കുന്നെങ്കിൽ കുരുമുളക് പൊടിൻ്റെ അളവ് കുറക്കണം, അല്ലെങ്കിൽ എരിവ് കൂടിപ്പോവും. അത് ശ്രദ്ധിക്കണം കേട്ടോ. സോയാബീൻ ഉരുളൻകിഴങ്ങൊക്കെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ, ഒരു മുറി തേങ്ങയിൽ 1 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് ഞാൻ പാൽ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. കൂടുതൽ വെള്ളം ചേർത്ത് കറി ലൂസാക്കേണ്ട, തിക്കായിട്ടുള്ള കറിയാണ്. തിക്കായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് ഈ കറിക്ക് ടേസ്റ്റ് കൂടുതൽ. അതിനുശേഷം ഫ്ലെയിം ഒന്ന് ഓണാക്കി ഒന്ന് തിള വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. തേങ്ങാപ്പാൽ ചേർത്ത് കൂടുതൽ തിളപ്പിക്കണ്ട. പിന്നെ കട്ട് ചെയ്ത മല്ലിച്ചെപ്പും കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ചേർത്ത് 1 ടീസ്പൂണോളം പച്ച വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം. ഇത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു സേവിങ് ഡിഷിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള സോയാബീൻ വൈറ്റ് കുറുമ തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലൊരു വെറൈറ്റി വിഭവമായി അടുത്ത വീഡിയോയിൽ കാണാം.